രോഹിത്തേട്ടാ, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിധി വന്നതിന് പിന്നാലെ പല വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ദിലീപിന്റെ സിനിമകൾ കാണുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അത് ഈ വരുന്ന റിലീസാവാൻ പോകുന്ന സിനിമയെ പറ്റിയാണെങ്കിലും അതുപോലെ തന്നെ ബസ്സിൽ കാണിക്കുന്ന സിനിമകൾ അത് കാണണ്ടായെന്നൊരു വിഭാഗം പറയുന്നു. അതിനെ ചൊല്ലിയുള്ള കുറെ വിവാദങ്ങൾ, കുറേയേറെ തർക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം പറ്റി എന്താണ് പറയാനുള്ളത് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ? നോക്കൂ, ഈ കഴിഞ്ഞ 8-8.5 വർഷക്കാലത്തിനിടയിൽ ഈ ന്യായങ്ങളൊക്കെ ഉന്നയിച്ചായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ഉന്നയിക്കുന്നവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ദിലീപ് കുറ്റാരോപിതനായിരുന്നു. ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയിൽ അദ്ദേഹം വിചാരണ നേരിടുന്ന കുറ്റവാളിയായിരുന്നു എന്ന് വേണമെങ്കിൽ ചിത്രീകരിക്കാമായിരുന്നു. കേരളത്തിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ പ്രകാരം കോടതി വിധിച്ചിരിക്കുകയാണ് ദിലീപ് കുറ്റക്കാരനല്ല. ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഒരു തെളിവുകളും കോടതിയിൽ നിലനിൽക്കില്ല എന്ന് കൃത്യമായ വിധിന്യായത്തിലൂടെ കോടതി പറഞ്ഞിരിക്കുന്നു. കോടതി ഇത് മാത്രമല്ലല്ലോ എന്ന് ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ ചോദിക്കുമ്പോൾ ഈ കേസ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകട്ടെ, പോയി വീണ്ടും വിചാരണ ആരംഭിക്കട്ടെ, ഇതിൽ അതിന്റെ വിധി വരട്ടെ. അതുവരെ ദിലീപ് എന്ന് പറയുന്ന കലാകാരന്റെ സിനിമകളെ ക്രൂശിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം ബാക്കിയാകുന്ന അവിടെയാണ്. ഈ സിനിമകൾ കാണാൻ പോകുന്നവരോട് നിങ്ങൾ പോകരുത് എന്ന് പറയുന്നവരോട് ബൈജു സന്തോഷ് ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട കമന്റ് പോലെ എനിക്ക് ചോദിക്കുന്നുള്ളൂ, സിനിമയല്ലാതെ ബൈജു സന്തോഷ് പറഞ്ഞ കാര്യം കാണാൻ പോകാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളത് തന്നെയാണ് മറുപടി. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സിനിമ എന്ന് പറയുന്നത് അത് ദിലീപിന്റെ മാത്രമല്ല. ആ സിനിമയിൽ ധ്യാനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, മോഹൻലാൽ ഉണ്ട്, ദിലീപ് ഉണ്ട്, ഒരു കൂട്ടം കലാകാരന്മാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഭാ എന്ന് പറയുന്ന സിനിമ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സിനിമയോട് എന്തിനാണ് എതിർപ്പ് കാണിക്കേണ്ടത്? ആ സിനിമ നിങ്ങളെ ആസ്വദിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ സിനിമ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പോയി കാണുന്നതിന് എന്താണെന്ന് തെറ്റ്? പക്ഷെ ഈ പറയുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ സ്വപ്നമാണ്, അവരുടെ പ്രയത്നമാണ് എന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങൾ, അത് വീണ്ടും പോകുന്നത് ഇതേ പവറിലേക്കും അവരുടെ ഇതിലേക്കും തന്നെയല്ലേ? നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിലും ഈ സിനിമയിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം ദിലീപിന് കിട്ടില്ലേ? പക്ഷെ ഇതൊരു പ്രതിഷേധമായി, ഇതിൽ നീതി കിട്ടിയിട്ടില്ല എന്നല്ലേ ഒരു വാദം. അങ്ങനെ എങ്ങനെയാണ് ആ വാദത്തെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? ആ വാദം ഉന്നയിക്കുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് തുറന്നു പറയണം. ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോട്, കോടതിയോട് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ കാണുന്നത് മാത്രമാണോ ശരി? കോടതികൾ എങ്ങനെയാണ് ഒരാളെ കുറ്റക്കാരനും കുറ്റക്കാരനല്ലാതെയും വിധിക്കുന്നത്? തെളിവുകളുടെ സാന്നിധ്യത്തിലാണ്, തെളിവുകളുടെ ബലത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ തെളിവുകൾ കുറെ നശിപ്പിക്കപ്പെട്ടിട്ടില്ലേ? സാക്ഷികളെ സ്വാധീനിച്ചിട്ടില്ലേ? ഈ ദിലീപിനെ എതിർക്കുന്ന ആളുകൾ, ഇപ്പൊ ഭാഗ്യലക്ഷ്മിയെ പോലെയൊക്കെ സജീവമായി നിന്ന്, ബൈജു കൊട്ടാരക്കരയെ പോലെയൊക്കെ സജീവമായി നിന്ന് എതിർക്കുന്ന ആളുകളോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ തെളിവുകൾ കണ്ടിട്ടുണ്ടോ? ദിലീപ് ഗൂഢാലോചന നടത്തുന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? തിരിച്ചു ചോദിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? പൾസർ സുനി എഴുതിയ കത്ത്, പൾസർ സുനിയുടെ മൊഴി, ഇങ്ങനെ കുറെ കാര്യങ്ങളാണല്ലോ ഉള്ളത്. പിന്നെ ദിലീപും തമ്മിലുണ്ടായിരിക്കുന്ന വ്യക്തിപരമായ ഒരു വിരോധം. ഇതേ രീതിയിൽ തന്നെ അതിൽ 2ാം കേസ് പ്രതിയായ മാർട്ടിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാർട്ടിൻ പറയുന്നുണ്ട് ദിലീപ് അല്ല, ദിലീപിനെ കുടുക്കിയതാണെന്ന്. ഒരു പ്രതിയെ വിശ്വസിക്കാമെങ്കിൽ ഞാൻ പറഞ്ഞതല്ല. പൾസർ സുനിയുടെ വീഡിയോ ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ, അല്ല പൾസർ സുനിയുടെ കത്ത് ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ, മാർട്ടിന്റെ വീഡിയോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന്റെ സത്യം അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ, CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ. ഇന്നലെ പക്ഷെ ആ തുടക്കത്തിലുണ്ടായിരുന്ന തെളിവുകൾ, 8 വർഷം മുൻപുണ്ടായിരുന്ന തെളിവുകൾ വീണ്ടും എങ്ങനെയാണ് ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു വാഹനം ഉണ്ടല്ലോ, ഒരു വാഹനം. ആ വാഹനം എന്ന് എവിടെയാണ്? അവർക്ക് തിരിച്ചു കൊടുത്തു. ആ വാഹനത്തെ ഇടിപ്പിച്ച മറ്റൊരു വാഹനം ഉണ്ടല്ലോ, ഈ പ്രതി എന്ന് പറയുന്നവർ സഞ്ചരിച്ചിരുന്ന ആദ്യ വാഹനം. കൃത്യം നടന്ന വാഹനം വിട്ടുകൊടുക്കുകയും ഈ വന്ന് ഇടിച്ച വാഹനം ഇപ്പോഴും സ്റ്റേഷനിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള ചേതോവികാരം ഉണ്ട്. അപ്പൊ ദിലീപിനെ മാത്രം എങ്ങനെ സംശയിക്കാൻ പറ്റുക? ആരാണോ മാഡം? സുനി പറഞ്ഞ മാഡം ആരാണ്? എന്താണ് അന്വേഷണം നടക്കാതിരുന്നത്? അതെല്ലാം അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു, അവരത് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദിലീപിനെ മാത്രം കൊടുക്കണമായിരുന്നു എന്ന് ശ്രമിച്ചത് എന്തിനാണ്? ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് നടത്തണമെന്ന് വാദിച്ചത് സ്വാഭാവികമായിട്ടും ഒരു വലിയ കൂട്ടം ആളുകൾ കൃത്യമായ തെളിവുകൾ ഞാൻ ദിലീപിന്റെ പക്ഷം പിടിക്കുന്നതല്ല, സാധ്യതകളെ പറ്റി സംസാരിക്കുകയാണ്. ഒരു കൂട്ടം പ്രബലരായ ആളുകൾ ഒരു പറ്റത്തു നിന്നുകൊണ്ട് ഒരാളെ കൊടുക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായും അയാളെ സഹായിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹം, ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്നവർ പോലും അയാളെ കാണാൻ ജയിലിൽ പോയതാണ്. ഇവർക്ക് പോലും പരിമിതികൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു സ്ത്രീയെ ഓടുന്ന വാഹനത്തിൽ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്തവനെ ധാർമ്മികമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും മറ്റൊരു പൊതുസമൂഹത്തിന് സഹായിക്കാൻ കഴിയാതെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കപ്പെടുകയാണെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി ആ വെപ്രാളത്തിൽ അയാൾക്ക് അയാളുടെ മുഖം സംരക്ഷിച്ചേ പറ്റൂ, അയാൾക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അയാളെ കുടുക്കിയതാണ്.
അതിൽ നിന്ന് ആഴത്തിലേക്ക് വെള്ളത്തിൽ പോകുന്ന ഒരു കുഞ്ഞ് കൈയും കാലും വിട്ടടിച്ച് മുകളിലേക്ക് കയറി വരാൻ പോകുമ്പോൾ അവൻ കാണിക്കുന്ന വെപ്രാളം എന്താണെന്ന് പറയാൻ പറ്റില്ല. ആ വെപ്രാളമാണ് അയാൾ കാണിച്ചതെങ്കിലോ സാധ്യതയല്ലേ. ഞാനിത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിരിക്കുന്നു ദിലീപ് കുറ്റക്കാരനല്ല. അങ്ങനെയാണെങ്കിൽ ഈ സാധ്യതകൾ എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടു? അങ്ങനെയാണെങ്കിൽ ആര് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവും. ആ ആര് എന്ന ചോദ്യത്തിൽ അന്വേഷണം നടക്കണം. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി പറയുമ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, എങ്കിൽ പിന്നെ ആര്? പൾസർ സുനി നേരിട്ട് ചെയ്തതാണോ പണത്തിന് വേണ്ടി? എന്റെ ഒരു സംശയമാണ് മേഘ. എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു സംശയമാണ്. പക്ഷേ പൊതുസമൂഹം മുഴുവൻ ഒരാളെ കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ കോടതി വിധി വരുന്നവരെ കാത്തിരിക്കാമെന്ന് വിചാരിച്ചു മിണ്ടാതെ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കണം. ഏതെങ്കിലും ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡ് ഉള്ള ഓരോരുത്തരാണല്ലോ ഇത് പ്ലാൻ ചെയ്യാം. എക്സ് ഓർ വൈ ആരോ ആയിക്കൊള്ളട്ടെ, ഇത് എല്ലാം ചെയ്തിട്ട് അവസാനം അവൾക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരിടത്ത് അവളെ കൊണ്ടുവന്നാക്കാൻ തയ്യാറാകുമോ? മാർട്ടിൻ ഈ കേസുമായി ബന്ധമുണ്ടെങ്കിൽ, മാർട്ടിൻ പ്രതിയാണെങ്കിൽ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ആ വാഹനം ഓടിച്ചു മാർട്ടിൻ അവളുടെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ മാർട്ടിൻ തയ്യാറാകുമോ? വഴിയിൽ എവിടെയെങ്കിലും ഈ വാഹനം ഉപയോഗിച്ചിട്ട് മാർട്ടിൻ കടന്നു കളയില്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് ലാലിന്റെ പേര് ഇതിൽ വലിച്ചിഴക്കപ്പെടുന്നത്? എനിക്കറിയില്ല. ഇതിലേക്കാണ് വരുന്നത്. അവിടെ ആ വീട്ടിൽ കൊണ്ട് വിട്ടത് കൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ പേര് വരുന്നത്? അല്ലല്ല, ചിലപ്പോ അതൊരു മറു പ്ലാനിങ് ആണെങ്കിൽ. അത് എങ്ങനെയാണ്? ലാലിന്റെ വാഹനം, ലാലിന്റെ കമ്പനിയുടെ പേരിലുള്ള വാഹനം, ലാലിന്റെ ഡ്രൈവർ, ലാല് പറഞ്ഞു വിട്ട വണ്ടി, ഇതെല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമല്ലേ? അവിടെയാണ് സംശയം ഉണ്ടാകുന്നത്. ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ അതിജീവിത എന്ന് പറയുന്ന ആള് തന്നെയല്ലേ ഒരു വാഹനം വേണമെന്ന് പറഞ്ഞ് ലാലിനെ വിളിച്ചത്? അതല്ലേ എന്റെ കഥ. അതിജീവിത ലാലിനെ വിളിക്കുന്നു, എനിക്ക് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എത്താൻ ഒരു വാഹനം വേണം. മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ ലാൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. പുതിയ ഡ്രൈവറാണ് ലാൽ ക്രിയേഷൻസിൽ പുതിയതായി വന്ന ഡ്രൈവറാണ്. ലാലിന്റെ ഉടമസ്ഥതയിലുള്ള ലാലിന്റെ കമ്പനിയുടെ പേരിലുള്ള വാഹനമാണ് പോകുന്നത്. ഇത് എങ്ങനെയാണ് ഇപ്പുറത്തിരിക്കുന്നവർ അറിയുക? മാർട്ടിൻ എന്താ സ്വപ്നം കണ്ടോ? അല്ലെങ്കിൽ പൾസർ സുനി എന്താ സ്വപ്നം കണ്ടോ അടുത്ത ദിവസം ലാല് ഇതുപോലെ അതിജീവിതയെ വിളിക്കാൻ മാർട്ടിനെ തന്നെ വിടുമെന്ന്? ലാലിന് ഒരു ഡ്രൈവറാണോ ഉള്ളത്? ലാലിന് എത്ര ഡ്രൈവർമാരുണ്ട്? മാർട്ടിനെ വിളിക്കുന്ന ദിവസം ഇത് നടത്താമെന്നുള്ള പദ്ധതി ആയിരിക്കാം. അതെങ്ങനെയാണ്? എല്ലാത്തിനും രണ്ട് പക്ഷമുണ്ട്. അവിടെയാണ് അതാണ് പോയി. എല്ലാ കാര്യങ്ങൾക്കും രണ്ട് പക്ഷമുണ്ട്. ഒരു പക്ഷത്തെ നിങ്ങൾ ക്രൂശിച്ചിരിക്കുന്നു, ഒരു പക്ഷത്തെ നിങ്ങൾ 8.5 വർഷം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു, ഒരു പക്ഷത്തെ 8.5 വർഷം കോടതി മുറിയിൽ നിങ്ങൾ വിചാരണ ചെയ്തിരിക്കുന്നു, ഒരു പക്ഷത്തെ 8.5 വർഷം മാധ്യമ റൂമുകളിൽ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നു. എന്നിട്ട് കോടതി പറയുന്നു ആ പക്ഷമായിരുന്നു ശരി, ആ പക്ഷം തെറ്റുകാരല്ലെന്ന്. എന്നിട്ടും വീണ്ടും ആ പക്ഷത്തെ മാത്രം ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിനോടാണ് ചോദിക്കുന്നത്. രണ്ട് പക്ഷമുണ്ട്. ആ രണ്ടാമത്തെ പക്ഷത്തെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? ഉപരികോടതികളിൽ ഇത് പോട്ടെ. ചേട്ടൻ പറഞ്ഞതുപോലെ സെൻട്രൽ ഏജൻസികൾ ഉറപ്പായിട്ടും. അതുവരെ ഇയാളുടെ സിനിമകളോട് നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? എന്റെ ചോദ്യം അല്ല. അദ്ദേഹത്തിന്റെ സിനിമകൾ കാണണ്ടെന്ന് ഒരു പക്ഷം ആഗ്രഹിക്കുന്നു. ശരി, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ഒരു സിനിമ ആ സ്ത്രീക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ അവർക്ക് എന്താണ് അവകാശം? കാണാൻ താല്പര്യമില്ല. അവർ കാണുന്നത് കണ്ണടച്ചിരിക്കണം. 52 സീറ്റുള്ള ഒരു വണ്ടിയിൽ ഒരാൾക്ക് മാത്രം കാണാൻ താല്പര്യമില്ല, 51 പേർക്കും താല്പര്യമുണ്ടെങ്കിൽ അവർ കണ്ണടച്ചിരിക്കണം. അല്ലെങ്കിൽ അവർ വാഹനത്തിൽ തിരഞ്ഞെടുത്ത വാഹനം പിടിക്കണം. 52 പേരിൽ ഒരാൾക്ക് മാത്രമായിരുന്നില്ല താല്പര്യമില്ലായിരുന്നത്. അതിൽ ഒരു 2 വിഭാഗമായി ആ വാഹനത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പടം വെച്ചിട്ട് ആ വണ്ടി പിടിക്കത്തുള്ളായിരുന്നു. അത് ഞാൻ ദിലീപിന്റെ സപ്പോർട്ടല്ല, ഈ കേസിലെ സപ്പോർട്ടല്ല. ദിലീപിന്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ദിലീപ് വിചാരണ തടവുകാരനായി 86 ദിവസം ജയിലിൽ കഴിഞ്ഞ് ഇറങ്ങിയ സിനിമയാണ് ദിലീപിന്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റ് 8 വർഷത്തിനിടയിൽ. മനസ്സിലാക്കണം. രാമലീല, അതിനൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് വന്ന് എന്തായിരിക്കും സിനിമ എന്ന് കാണാനുള്ള മനുഷ്യന്റെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നല്ലോ. അത് മനുഷ്യ സഹജം. എന്ത് ആ മനുഷ്യ സഹജം തന്നെ ബാബായിലും പ്രതിയിലേക്കും ഉറപ്പായിട്ടും. അത് ഇൻഡസ്ട്രി ഹിറ്റ് ആവും. പടം പൊട്ടിപ്പോകുമെന്നോ അതിന് കൊമേഴ്ഷ്യലി ഒരു ലാഭം കിട്ടില്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു വിഭാഗം ആൾക്കാർ അത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കാണണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? നിങ്ങൾ ചിന്തിക്കുന്ന വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിക്കുന്നുണ്ട്. അമ്മയുടെ അധ്യക്ഷനായിരുന്ന മനുഷ്യനാണ്. ബാബ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയപ്പെടുന്ന കൊടും കുറ്റവാളിയും ക്രൂരനും കൊലയാളിയും ഒക്കെ ആയ, നിങ്ങൾ എന്തൊക്കെ വിളിക്കാമോ അതൊക്കെ വിളിച്ചോളൂ, ദിലീപിന്റെ സിനിമയാണ്. ഇതേ മോഹൻലാലിന് ദിലീപിനോടുള്ളതുപോലെ തന്നെ ബന്ധമുണ്ടായിരുന്ന ആളാണ് ഈ പറയപ്പെടുന്ന അതിജീവിത എന്ന് പറയുന്ന കുട്ടി, അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് അയാൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി? അയാൾക്ക് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നല്ലോ. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ദിലീപിനുണ്ടായിരുന്ന സ്വാധീനമാണോ അതിജീവിതയ്ക്ക് ഉണ്ടായിരുന്നത്? സംശയം എന്താ? ഒരിക്കലുമല്ല. സംശയമൊന്നുമില്ല. ഇൻഡസ്ട്രിയിൽ എനിക്കറിയാവുന്ന ഒരു സംവിധായകന്റെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു സംവിധായകന്റെ സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടത് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ജിഷ്ണു രാഘവനും ഈ പറയപ്പെടുന്ന അതിജീവിതയുമായിരുന്നു.
അന്ന് ഈ പറയപ്പെടുന്ന കുറ്റവാളിയുടെ ഏറ്റവും ഹിറ്റുകളിൽ ഹിറ്റായ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ സിനിമയിൽ നിന്ന് ഈ പെൺകുട്ടിയെ മാറാൻ ഈ പറയപ്പെടുന്ന നായകൻ നിർബന്ധിച്ചതിന്റെ പേരിൽ ആ പ്രൊജക്റ്റേ ഇല്ലാതായി പോയി. ജിഷ്ണു ഒന്നും ജീവിച്ചിരിപ്പില്ല, ആ സംവിധായകന് പിന്നെ ഒരു സിനിമയും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ അന്ന് ഈ പറയപ്പെടുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതായിരുന്നു ആ അതിജീവിതയ്ക്ക് വലുതായിരുന്നു. അവരൊരുമിച്ച് നിന്നാണ്, അവർ ഇൻഡസ്ട്രി ഭരിച്ചവരാണ്, ഇവരെല്ലാവരും ഇൻഡസ്ട്രി ഭരിച്ചവരാണ്. അപ്പോഴും അവരുടെ രണ്ടുടെ സ്വാധീനം ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ദിലീപിനുണ്ടായിരുന്ന ഇൻഡസ്ട്രിയിലെ സ്വാധീനം വലുതാണ്. അതെങ്ങനെ ഉണ്ടായതാ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നെന്നാണോ? സംശയമുണ്ടോ? പിന്നല്ലാണ്ട് ഈ ആലുവയില് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു പയ്യൻ സിനിമാ മോഹവുമായി ഇൻഡസ്ട്രികളിലെല്ലാം അവസരം ചോദിച്ചു തുടങ്ങി. അയാളുടെ അന്നത്തെ രൂപം കൊണ്ട് ഒരു സിനിമയിലും അയാൾക്ക് അവസരം ലഭിച്ചില്ല. അയാൾ പല സംവിധായകന്മാർക്കും ഒപ്പം കൂടി 5-ാമത്തെയോ 6-ാമത്തെയോ അസിസ്റ്റന്റായി ക്ലാപ്പ് അടിച്ചു, വെള്ളം ഒഴിച്ചു, അങ്ങനെ സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന പണികളെല്ലാം ചെയ്തു. ഗ്യാപ്പ് കിട്ടുന്ന വേളകളിലൊക്കെ അയാളുടെ മുഖം കാണിച്ചു പോയി. പതുക്കെ അയാൾ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിച്ചു. അയാളുടെയും ആ സിനിമയിൽ അഭിനയിച്ച നടിയുടെയും ആ ടീമിന്റെയും മികവുകൊണ്ട് ആ സിനിമ ഹിറ്റായി. അവിടെ നിന്ന് അയാൾ വളർന്ന് ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ലേബലിലേക്ക് എത്തി. മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും സുരേഷ് ഗോപിയും അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകൾ ഇൻഡസ്ട്രി അടക്കി വാഴുമ്പോൾ അവർക്കൊപ്പം ചെന്ന് നിന്നുകൊണ്ട് അയാള് ഒറ്റയ്ക്കൊരു ആ പാത വെട്ടിക്കൊണ്ട് വന്നില്ലേ. പിന്നീട് വന്ന പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും ഒക്കെയുള്ള ആസിഫ് അലിയും ഒക്കെ ഉള്ള അടുത്തൊരു ജനറേഷൻ. ഈ രണ്ട് ഗ്യാപ്പുകളുണ്ട്. മോഹൻലാൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ഇങ്ങനെ പോകുന്ന ഒരു നിര. അതിന് താഴെ ഈ പൃഥ്വിരാജും ജയസൂര്യയും അങ്ങനെയുള്ള നടന്മാരുടെ ഒരു നിര. ഈ രണ്ട് നിരകൾക്കിടയിൽ പാലമായി നിന്ന ഒരൊറ്റ നടനാണ് ആ കാലഘട്ടത്തിൽ. അയാളുടെ പേര് ദിലീപ് എന്ന്. അയാൾ ഇവർക്കൊപ്പം നിന്നു. ഇതുപോലൊരു വൈകാരികമായ പാരഗ്രാഫ് ഞാൻ അതിജീവിതയെ പറ്റി പറഞ്ഞാലോ? പറയൂ, കേൾക്കട്ടെ. രണ്ടുപേർ ഈ പറയുന്നത് പോലെ ഈ വൈകാരികമായി ഒറ്റയ്ക്ക് വഴികെട്ടി വന്ന എല്ലാവരും സിനിമ ഇൻഡസ്ട്രിയിൽ കയറി വന്നത് ഇതുപോലുള്ള അതിജീവിത ഒറ്റയ്ക്ക് വഴികെട്ടി വന്നതാണോ? പിന്നെ അതിജീവിതം നെപ്പോക്കിട്ടാണ്. അതിജീവിതം അച്ഛൻ ആരായിരുന്നു തിരക്കണം. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് അവകാശപ്പെടാൻ പറ്റുക? അവരുടെ കഠിനാധ്വാനം അതിലുണ്ട്. എല്ലാവരുടെയും ഉണ്ടല്ലോ. അയാൾ സിനിമകൾ നിർമ്മിച്ചതാണോ നിങ്ങളുടെ പ്രശ്നം? അയാൾ തിയേറ്ററുകൾ തുടങ്ങിയതാണോ നിങ്ങളുടെ പ്രശ്നം? അയാൾ നല്ല കാണികൾക്ക് കൊള്ളാവുന്ന സൗകര്യങ്ങളുള്ള സിനിമകൾ ഒരുക്കി കൊടുത്തു. ഇൻഡസ്ട്രിയിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ജയറാമിനെയും കുഞ്ചാക്കോ ബോബനെയും പൃഥ്വിരാജിനെയും ജയസൂര്യയും തുടങ്ങി ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ ആളുകളെയും വെച്ച് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ പോലും അയാളുടെ ബിസിനസ്സുകാരനെ ഞാൻ കണ്ടതാ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം കിട്ടണമെങ്കിൽ ആ സിനിമ നിർമ്മിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ ബിസിനസ്സുകാരനുണ്ടെന്ന് അതിന് പൈസ മുടക്കി. അയാള് ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കോടതി വിധിച്ചിരിക്കുന്നു അയാൾ കുറ്റക്കാരനല്ല. മേൽക്കോടതി അയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണ്, നാറി എന്ന് ഞാൻ വിളിക്കും. അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല. അയാൾ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചു, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, ഒരുപാട് പുതുമുഖ സംവിധായകർക്ക് അവസരം ഒരുക്കി കൊടുത്തു. അയാൾ നിർമ്മിച്ചത് അയാൾ അഭിനയിക്കുന്ന സിനിമകൾ മാത്രമല്ല, ആശീർവാദ് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന സിനിമകൾ മുഴുവൻ മോഹൻലാലിന് വേണ്ടിയുള്ള സിനിമകൾ, ഇപ്പൊ മോഹൻലാലിന്റെ മക്കൾക്ക് വേണ്ടിയുള്ള സിനിമകളാണ്. പക്ഷെ ഗ്രാൻഡ് പ്രൊഡക്ഷൻ നിർമ്മിച്ച സിനിമകളെല്ലാം ദിലീപിന് വേണ്ടി ആയിരുന്നില്ല, മനസ്സിലാക്കണം. ഈ പറയപ്പെടുന്ന ഒരു സിനിമയുണ്ടല്ലോ, അമ്മയ്ക്ക് വേണ്ടി ദിലീപ് നിർമ്മിച്ച സിനിമ, അതിൽ ഈ പറയപ്പെടുന്ന അതിജീവിതയ്ക്ക് കിട്ടിയ വേഷത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അളന്നാൽ മാത്രം മതി. അവിടെ ഞാൻ നിർത്തുകയാണ്.